ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ നോയമ്പിലെ ഏറ്റവും വിശുദ്ധമായ ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഭാഷ ആഴ്ചയിലേക്ക് പ്രവേശിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. ഇന്ന് 40-ാം വെള്ളിയായ ഈ ദിവസത്തിൽ തിരുസഭ വിചിന്തനത്തിനായി നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം എന്നത് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുന്നു. അവിടെ നിന്നും പ്രലോഭനങ്ങളെ അതിജീവിച്ച് സത്യദൈവത്തെ ഏറ്റുപറയുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെ? പലപ്പോഴും പ്രലോഭനങ്ങൾക്ക് വിധേയരായി നമ്മൾ പാപത്തിലേക്ക് കൂപ്പുകുത്തി വീഴാറുണ്ട്. ദൈവത്തെ തന്നെ ഏറ്റുപറയേണ്ടിടത്ത് പലപ്പോഴും മൗനം പാലിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മരണത്തിനും അപ്പുറം പ്രത്യാശയുടെ വലിയൊരു സൂര്യോദയമുണ്ട് എന്നുള്ളതാണ് ഈശോ 40 ദിനരാത്രങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ ഉപവാസങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അഭ്യാസങ്ങളിലൂടെയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ദൈവത്തിന്റെ വിശുദ്ധമായിട്ടുള്ള ഈ ദിവസങ്ങളെ ഏറ്റവും പവിത്രതയോടും വിശുദ്ധിയോടും കൂടി ആചരിക്കുകയും ചെയ്യേണ്ട ആവശ്യകത വളരെയധികം ഉണ്ടെന്ന് ഈ ഒരു തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ പരീക്ഷിക്കപ്പെട്ടതുപോലെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കുവാനും ശക്തമായ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യപൂർണമായ ഭാവി തിരികെ കൊണ്ടുവരുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ഈ നോയമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ.